നമസ്കാരം. ഇനി കോടതിയുടെ തീരുമാനം എന്തു തന്നെയായാലും ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്തതോടെ തനിക്ക് നീതി ലഭിച്ചുവെന്നാണ് അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ പറയുന്നത്. തന്നെ അടിച്ചെന്ന് ബെയിലിൻ സമ്മതിച്ചു. അതോടെ തന്നെ തനിക്ക് നീതി ലഭിച്ചു. ഓഫീസിൽ തന്നെ മർദ്ദിച്ചതിന് സാക്ഷികളുണ്ട്. അവരിൽ ആരൊക്കെ സാക്ഷി പറയുമെന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നെ അടിച്ചു എന്നതാണ് എന്റെ പരാതി. അടിച്ചെന്ന് ബെയിലിൻ ദാസ് സമ്മതിച്ചും കഴിഞ്ഞു. ഇനി ഇത്തരത്തിൽ ഒരാൾക്ക് പോലും അനുഭവം ഉണ്ടാവരുത്. ആർക്കും ആരെയും കൈനീട്ടി അടിക്കാനോ ഉപദ്രവിക്കാനോ അവകാശമില്ല. അഭിഭാഷക ജോലിയുടെ ആദ്യ വർഷങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ടേണ്ടി വരും. കഷ്ടപ്പെട്ടാലും കാര്യങ്ങൾ പഠിക്കാനാണ് പലരും സഹിക്കുന്നത്. ഇനി ഇത്തരം അനുഭവം ആർക്കെങ്കിലും ഉണ്ടായാൽ അവര് മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളതെന്നും അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ പറയുന്നു. ബാർ അസോസിയേഷൻ യോഗത്തിലെ തീരുമാനങ്ങൾ എന്താണെന്ന് അറിയില്ല. യോഗത്തിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുവെന്നാണ് അറിയാനായത്. അതേക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല. തന്റെ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതുമില്ല. എല്ലാവരും തന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. കോടതിയിൽ ചില അഭിഭാഷകർ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനൊപ്പം നിൽക്കും. അതിലൊന്നും തനിക്ക് പറയാനില്ല. പിന്തുണച്ച എല്ലാവരോടും നന്ദിയുണ്ട്. ബെയിലിൻ ദാസ് കുറ്റം സമ്മതിച്ചതോടെ തന്നെ തനിക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ എന്നും അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ പറഞ്ഞു. അഭിഭാഷകയെ ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെ ഓൾട്ടോ കാറിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ഡാൻസ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന് ബെയിലിൻ ദാസിനെ പിടികൂടിയത്. സഹോദരന്റെ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴാണ് പിടിയിലായത്. അഭിഭാഷകയെ മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് നഗരത്തിനകത്തും പുറത്തും വല വിരിച്ചിരുന്നു. ഇതിനിടെ പ്രതിയുടെ സഹോദരനെ ഇന്നലെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇയാളുടെ കാറിലാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ കാറിനായി തിരച്ചിൽ തുടങ്ങി. അതിനിടെയാണ് ഇന്നലെ വൈകിട്ട് പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഡാൻസ് ഓഫ് സംഘത്തിന് മുന്നിലൂടെ പ്രതിയും സുഹൃത്തും ഇതേ കാറിൽ പോയത്. ഡാൻസ് ഓഫ് സംഘം കാറിനെ ബൈക്കിൽ പിന്തുടർന്നു. ഒപ്പം വിവരം തുമ്പ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. ഇവിടെ നിന്നുള്ള പോലീസ് സംഘവും പ്രതിയെ തേടി ഡാൻസ് ഓഫ് പറഞ്ഞ വഴിയെ പുറപ്പെട്ടു. വേളിയിൽ നിന്നാണ് കാർ ഡാൻസ് ഓഫ് സംഘം കണ്ടത്. പിന്തുടർന്ന സ്റ്റേഷൻ കടവിൽ എത്തിയപ്പോഴേക്കും തുമ്പ പോലീസ് ഇവിടെ എത്തി കാർ തടഞ്ഞു. പിന്നാലെ ബെയിലിൻ ദാസിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അതേസമയം 5 മാസം ഗർഭിണിയായിരുന്ന സമയത്തും ബെയിലിൻ ദാസ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്നാണ് ശ്യാമിലി വെളിപ്പെടുത്തിയത്. സീനിയർ ആയതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നതെന്നും ശ്യാമിലി പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നിരവധി തവണയാണ് മർദ്ദിച്ചത്. 3ാമത്തെ അടിക്ക് ശേഷം ബോധം നഷ്ടപ്പെട്ടുവെന്നും അഡ്വക്കേറ്റ് ശ്യാമിലി വിശദമാക്കിയിരുന്നു. വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിലിക്ക് സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിൽ നിന്നും ക്രൂര മർദ്ദനമേറ്റ സംഭവത്തിൽ ശ്യാമിലിയുടെ അമ്മ വസന്തയും പ്രതികരിച്ചിരുന്നു. ജോലി നിർത്താൻ തീരുമാനിച്ച ശ്യാമിലിയെ ബെയിലിൻ ദാസ് തുടരാൻ നിർബന്ധിച്ചുവെന്ന് അമ്മ വസന്തയും പറഞ്ഞിരുന്നു. ബെയിലിൻ ജീവനക്കാരോട് മോശമായിട്ടാണ് പെരുമാറുന്നതെന്നും ഫയലുകൾ മുഖത്തേക്ക് വലിച്ചെറിയുമെന്നും വസന്ത വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിയിൽ നിന്ന് പിന്മാറാൻ ബെയിലിൻ ദാസ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു.